കേരളം വിട്ട് വിദേശത്തേക്ക് പോകുന്ന ഓരോ യാത്രയും മനസ്സിൽ പതിയുന്നത് ഒരു സിനിമ പോലെയായിരിക്കും. അമ്മയുടെ കണ്ണീരിലും അച്ഛൻ്റെ ആശീർവാദത്തിലും ഭാര്യയുടെ കാത്തിരിപ്പിലും സുഹൃത്തുക്കളുടെ അവസാന നിമിഷത്തെ ഒരു ചിരിയിലും ഇതെല്ലാം ചേരുന്ന ഒരു സിനിമ പോലെയായിരിക്കും. സ്യൂട്ട് കേസിൽ വെറും വസ്ത്രങ്ങൾ മാത്രമായിരിക്കില്ല, വീട്ടിലെ രുചികളും നാട്ടിലെ ചിരികളികളും എല്ലാം നിറയുന്നതായിരിക്കും ആ സ്യൂട്ട് കേസ്. വിമാനത്തിലിരുന്നപ്പോൾ മിക്സ്ഡ് ഫീലിങ്സ് ആയിരുന്നു, എക്സൈറ്റ്മെൻറ്റും ആങ്സൈറ്റിയും എല്ലാം കൂടെ. അറേബ്യൻ സീയുടെ മുകളിലൂടെ ഇങ്ങനെ പറന്നു പോകുമ്പോൾ മനസ്സിൽ എവിടെയോ ഒരു തോന്നൽ, ഇനി എൻ്റെ ജീവിതം മാറാനിരിക്കുന്നു. ഒപ്പം വിമാനത്തിൻ്റെ ചിറകുകൾ ഇങ്ങനെ ജനാലയിലൂടെ കാണുമ്പോൾ ഒരു പ്രത്യേക സുഖവും. സൗദിയിൽ ഇറങ്ങിയപ്പോൾ ആദ്യത്തെ അനുഭവം അത് ചൂടായിരുന്നു. ഒരു ജയൻ്റ് ഹെയർ ഡ്രയർ ഇങ്ങനെ മുഖത്തേക്ക് വെക്കുന്നത് പോലെയുള്ളൊരു ചൂട്. അതെ, ആ ചൂടാണ് ഇനിയുള്ള മുന്നോട്ടുള്ള ഇന്ധനം എന്നെനിക്ക് മനസ്സിലായി. ക്യാമ്പ് ലൈഫ് ജോലിക്ക് മുമ്പുള്ളതാണ് ഈ ക്യാമ്പ് ലൈഫ്. നമ്മളൊരു പുതിയ രാജ്യത്ത് ചെല്ലുമ്പോൾ അവിടെ നമുക്ക് ലഭിക്കുന്ന ഒരു ചെറിയ മുറി, അതിലൊരു AC, ഫ്രിഡ്ജ്, അതുപോലെ TV, അങ്ങനെ ചെറിയ സൗകര്യങ്ങൾ. പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെ ചെറുതായിട്ടിത് തോന്നുമെങ്കിലും അത്യാവശ്യ സൗകര്യങ്ങളുള്ള ഒരു പുതിയ വീട് തന്നെയാണ് നമുക്കിതിനെ പറയാൻ സാധിക്കും. ക്യാമ്പുകൾ എപ്പോഴും മൾട്ടി കൾച്ചറലായിരുന്നു. കൊറിഡോറിൽ പല ഭാഷകൾ, ശബ്ദങ്ങൾ, കിച്ചണിൽ വിവിധ ഭക്ഷണവാസനകൾ. അതാണ് ക്യാമ്പ് എന്ന് പറയുന്നത്. ഒടുവിൽ ഡോക്യുമെൻറ്റ്സ് എല്ലാം ക്ലിയറായി ക്യാമ്പിൽ നിന്നും ജോലിക്ക് പോകേണ്ട ആദ്യത്തെ ദിവസം വന്നെത്തി. അതെ, സേഫ്റ്റി ഷൂസ് ഫിറ്റ്, ഹെൽമെറ്റ് ടൈറ്റ്, ഹൈ വിസിബിൾ ജാക്കറ്റ് ഓൺ. എൻ്റെ ചുമതലയെത്തി, ഓരോ തൊഴിലാളിയുടെയും സേഫ്റ്റി. അതെ, ഇവരെല്ലാവരും വീട്ടിലേക്ക് സേഫായിട്ട് മടങ്ങുക, അതാണ് എൻ്റെ പ്രധാനപ്പെട്ട ചുമതല. HSC ഓഫീസറായിട്ട് ജോലി ചെയ്യുമ്പോൾ ലാംഗ്വേജ് ഒരു വലിയ ബാരിയറാണ്. പലതരം ഭാഷകൾ, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ, അങ്ങനെ പലതും. പക്ഷേ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ഉണ്ട്, അത് സേഫ്റ്റി തന്നെയാണ്. ഹിന്ദി ആയിരുന്നു ഇതിനകത്ത് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു ലാംഗ്വേജ്. ഒരു HSC ഓഫീസർ അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് CPR എന്ന് പറയുന്നത്. അടിയന്തര ഘട്ടങ്ങളിൽ നമ്മൾക്ക് ഇത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരു സേഫ്റ്റി ഓഫീസറിനോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ജോലി ചെയ്യുന്ന ആളെന്നല്ല, ഏതൊരു വ്യക്തിയും അറിയേണ്ടെന്നാണ് CPR എന്ന് പറയുന്നത്. ജീവിതം ജോലി മാത്രമല്ല, ക്യാമ്പിലുള്ള സെലിബ്രേഷൻസും ഒരു വലിയ റിയൽ റീചാർജ് തന്നെ നമുക്ക് തരാറുണ്ട്. ഈ ഒരുമിച്ചിരുന്നുള്ള ഭക്ഷണം കഴിക്കുക, കുഴിമന്തി, കബ്സ തുടങ്ങിയ സാധനങ്ങൾ, പിന്നെ ഈ കേക്ക് മുറിക്കുക, വല്ല ബർത്ത്ഡേയും ആനിവേഴ്സറിയൊക്കെ വരുമ്പോൾ ഇതൊക്കെ ഭയങ്കര സന്തോഷം നൽകുന്ന കാര്യമാണ്. ഈ കേക്ക് കഴിച്ചതിന് ശേഷമുള്ള കയ്യടിയും ചിരിയും ഫോട്ടോ എടുക്കലും അങ്ങനെയുള്ള നിമിഷങ്ങളൊക്കെ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നൊരു ഫീൽ അപ്പോൾ ഉണ്ടാവാറില്ല. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമറിക് എന്ന യാംബുവിലെ ഒരു ക്യാമ്പാണ്. ഞാൻ ആദ്യം നിന്നിരുന്നത് റാബിക് എന്ന സിറ്റിയിലെ ഒരു ക്യാമ്പിലായിരുന്നു. റെഡ് സി ആയിരുന്നു ആ ക്യാമ്പിൻ്റെ പേര്. അവിടെ നിന്നാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ കുറച്ചും കൂടെ വ്യത്യസ്തമാണ്. ആദ്യത്തെ ക്യാമ്പിനേക്കാൾ കുറച്ചും കൂടെ മെച്ചപ്പെട്ട ക്യാമ്പായിട്ടാണ് എനിക്കിവിടെ തോന്നിയത്. ഇവിടെയുള്ള അനുഭവങ്ങളും അതുപോലെ തന്നെയായിരുന്നു. ഓരോ ക്യാമ്പും ഓരോ അനുഭവം എന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. ആദ്യത്തെ ക്യാമ്പിലുണ്ടായിരുന്ന സുഹൃത്തുക്കളിൽ നിന്നും ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ സൗഹൃദങ്ങൾ മാറി. ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ആദ്യത്തെ ക്യാമ്പിലുണ്ടായിരുന്ന അതേ കൾച്ചർ ആയിരുന്നില്ല, കുറച്ചും കൂടെ വ്യത്യസ്തമായ കൾച്ചറുകളൊക്കെ ആയിരുന്നു ഇവിടെ കാണാൻ സാധിച്ചത്. ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്തോഷമെന്ന് പറയുന്നത് ആദ്യത്തെ ക്യാമ്പിനെക്കാട്ടിയും വളരെയധികം മെച്ചപ്പെട്ട ഒരു മെസ് ഹോളാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ആദ്യത്തെ ക്യാമ്പിനെ കുറ്റം പറയുകയാണെന്ന് കരുതരുത്, പക്ഷേ ഒരു സത്യം അതാണ്. കാരണം ഇവിടുത്തെ ഈ മെസ് ഹോളിനകത്തേക്ക് കയറുമ്പോൾ നമുക്കൊരു 5 സ്റ്റാർ ഹോട്ടലിനകത്തോട്ട് കയറുന്നൊരു പ്രതീതി എവിടെയൊക്കെയോ കിട്ടാറുണ്ട്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല നാട്ടിൽ നിന്ന് വന്നിരിക്കുന്ന ആൾക്കാരെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി പലതരം ആഹാര സാധനങ്ങളായിരിക്കും ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിപ്പോൾ പല രാജ്യങ്ങളാവട്ടെ, ഇപ്പോൾ ഇന്ത്യ ആവട്ടെ, പാകിസ്ഥാൻ ആവട്ടെ, ഫിലിപ്പീനികളാവട്ടെ, ശ്രീലങ്കൻസ് ആവട്ടെ, അങ്ങനെ ഇവർക്ക് എല്ലാവർക്കും വേണ്ടുന്ന ഭക്ഷണങ്ങൾ ഒരു കുടക്കീഴിൽ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ പുള്ളിക്കാരനൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്, എന്തെടുക്കണം, പിസ്സയിൽ നിന്ന് തുടങ്ങണോ അതോ ബിരിയാണിയിൽ നിന്ന് തുടങ്ങണോ അതോ സാധാരണ ചോറിൽ നിന്ന് തുടങ്ങണോ. പിന്നെ കറികൾ അനേകമാണ്. ചിക്കൻ കറി തന്നെ പലതരം നമുക്ക് അവർ തരും. സലാഡൊക്കെ കസ്റ്റമൈസ്ഡ് ആയിട്ട് തന്നെ നമുക്ക് തരും. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഇത്തരത്തിൽ ഒരു ഫ്രൂട്ടും കൂടെ നമുക്ക് തരാറുണ്ട്. അങ്ങനെയുള്ള ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം തിരിച്ച് വീണ്ടും റൂമിലേക്ക് വരും.
ഇപ്പോൾ സമയം ഏകദേശം ഒരു 6:30 7:30 ആ സമയമൊക്കെ ആയിട്ടുണ്ട്. ഈ സമയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാവിലത്തെ ഷിഫ്റ്റ് കഴിഞ്ഞ് വൈകിട്ട് റൂമിലേക്ക് തിരിച്ചു വരുന്ന ആൾക്കാരും അതുപോലെ തിരിച്ച് നൈറ്റ് ഷിഫ്റ്റിന് വേണ്ടി ജോലിക്ക് പോകുന്ന ആൾക്കാരും ഏറെക്കുറെ ഈ ഒരു സമയത്താണ് മീറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു 6:30 മുതൽ 8 മണി വരെയുള്ള സമയത്താണ് പലരും നാട്ടിലേക്ക് വിളിക്കുന്നത്, വീട്ടിലേക്കൊക്കെ വിളിക്കുന്നത്. കാര്യം പലരുടെയും ജോലി 12 മുതൽ 13 14 മണിക്കൂർ വരെയൊക്കെ നീണ്ടു നിൽക്കും, യാത്രകൾ ഉൾപ്പെടെ. അപ്പോൾ ഈ യാത്രാമധ്യേയും പലരും വീട്ടിലേക്ക് വിളിക്കും. കാരണം ഒരു ദിവസം 24 മണിക്കൂർ ഉണ്ടെങ്കിൽ അതിനകത്തൊരു 7-8 മണിക്കൂറെങ്കിലും ഇവർക്ക് ഉറങ്ങേണ്ടി വരുമല്ലോ. ചിലപ്പോൾ അത്രയും കിട്ടില്ല, അത്രയും നേരം ഉറങ്ങാൻ സാധിക്കത്തില്ല. അപ്പോൾ അത്ര റഷാണ് ഇവിടുത്തെ ഒരു ജോബ് എന്ന് പറയുന്നത്. 12 13 14 മണിക്കൂറൊക്കെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ മറ്റു കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ ഒരു പക്ഷേ വീട്ടിലേക്ക് വിളിക്കാൻ സാധിക്കുന്നത് ഇതേപോലുള്ള യാത്രാമധ്യം വിളിക്കും. ഇപ്പോൾ ഈ വണ്ടിയിൽ യാത്ര ചെയ്യുന്നത് ഒരു കോസ്റ്ററാണ്, 10-12 പേര് മാത്രമാണ് ഇതിനകത്തിരുന്ന് പോകുന്നത്. ഈ കോസ്റ്ററിനകത്ത് യാത്ര ചെയ്യുമ്പോഴും പലരും ഉറക്കക്ഷീണത്തിലൊക്കെ ആയിരിക്കും പല ആൾക്കാരും. ചിലർ പിന്നെ ഇരുന്നുറങ്ങും, ചിലർ ആ സമയത്ത് അവരുടെ വീട്ടിലോട്ടൊക്കെ വിളിക്കാറുണ്ട്. ഇപ്പോൾ നാട്ടിലോട്ട് 2.5 മണിക്കൂർ വ്യത്യാസമാണ്. ഇവിടെ പുലർച്ചെ 6 മണിയാകുമ്പോൾ നാട്ടിൽ 8:30 മണിയാണ്. അപ്പോൾ ചിലർ ഈ സമയത്തൊക്കെ വീട്ടിലോട്ട് വിളിക്കും, ചിലർ ആ സമയവും കൂടെ കുറച്ചും കൂടെ നേരം ഉറങ്ങാം എന്ന് വെച്ചിട്ട് കുറച്ചും കൂടെ സമയം ഉറങ്ങും. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു റുട്ടീൻ എന്നൊക്കെ പറയുന്നത്. പിന്നെ നമ്മൾ ഡെയിലി ഓരോ കാര്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതുമായിട്ട് പൊരുത്തപ്പെടുമെന്ന് പറയുന്നത് പോലെ എല്ലാവരും ഈ ഒരു റൊട്ടീനുമായിട്ട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്ന ആൾക്കാരാണ്. ഈ ജോലി സ്ഥലത്തേക്കുള്ള യാത്ര പൊതുവേ എപ്പോഴും വരുന്നത് ഒരു 1/2 മണിക്കൂർ മുതൽ ഒരു 3/4 മണിക്കൂർ അത്രയൊക്കെ വരത്തുള്ളൂ. അത്രയും ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്നും ഒരുപാട് അകലെ ക്യാമ്പുകൾ വരാറില്ല. പരമാവധി ഒരു 1/2 മണിക്കൂർ യാത്രയൊക്കെ വരത്തുള്ളൂ. സൗദിയിൽ വരുന്നതിന് മുമ്പ് ഇതൊരു ഡെസേർട്ട് മാത്രമായിരുന്നു എന്നാണ് വിചാരിച്ചിരുന്നത്. കേരളത്തിലെ ഒരു സാധാരണക്കാരനായ ഞാൻ ഇന്ന് സൗദിയിൽ വന്നതിന് ശേഷം ഒരു ഉത്തരവാദിത്തമുള്ള അല്ലെങ്കിൽ ഉത്തരവാദിത്തബോധമുള്ള സേഫ്റ്റി ഓഫീസറായി മാറിയിരിക്കുന്നു എന്നതൊരു സന്തോഷമുള്ള കാര്യമാണ്. സൗദി അറേബ്യ വെറും ഒരു ഡെസേർട്ട് മാത്രമല്ലപ്പോൾ. ഈ റാബിക്കിലെ ബീച്ചുകൾ, ജുബൈലിലെ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള സ്ട്രീറ്റ്സ്, യാംബൂലെ മനോഹരമായിട്ടുള്ള സൺസെറ്റുകൾ ഒക്കെ ക്യാമറ ക്യാപ്ചർ ചെയ്യുന്നുവെങ്കിലും യഥാർത്ഥ സൗന്ദര്യം കണ്ണുകളിലാണ്. അറേബ്യൻ റോഡ്സിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ അറബിക് സോങ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ദൂരേക്ക് ആ കാഴ്ചകളൊക്കെ കണ്ടു പോകുമ്പോൾ നമ്മൾക്കൊരു വല്ലാത്ത അനുഭൂതി തന്നെ കിട്ടും. ജോലിക്കായിട്ട് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് കുറച്ച് വാക്കുകൾ ഞാൻ പറയാം. പേഷ്യൻസ് കൊണ്ടുവരിക, ക്ഷമ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരിക, മറ്റ് സംസ്കാരങ്ങളെ നമ്മൾ മാനിക്കുവാനായിട്ട് പഠിക്കുക. പിന്നെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഈ പച്ചമാങ്ങ ഉപ്പിലിട്ടതൊന്നും കൊണ്ടുവരാനായിട്ട് മറക്കരുത്, അല്ലെങ്കിൽ അതിവിടെ വരുമ്പോൾ ഒരു നഷ്ടമായിട്ട് തന്നെ നിങ്ങൾക്ക് തോന്നും. പല ആഴ്ചകളിലും ഞങ്ങൾ ഈ റാബിക്കിലെ പാർക്കുകളിൽ ഇതുപോലെ വന്നിരിക്കാറുണ്ട്. ഇവിടുത്തെ ഒരു തണുത്ത കാറ്റും അതുപോലെ ഈ അറേബ്യൻ സീയുടെ ഒരു ചെറിയൊരു ശബ്ദം, ആ ഒരു ബ്രീസിൻ്റെ സൗണ്ടും ഒക്കെ നമുക്ക് ഇങ്ങനെ കേൾക്കാൻ പറ്റും. ഫ്രണ്ട്സിനൊപ്പം ഇങ്ങനെ ഒരുപാട് നേരം ചിലവഴിക്കുമ്പോൾ അതൊരു വല്ലാത്ത സന്തോഷം നൽകും. ചിലരൊക്കെ അവിടെ ഫുട്ബോളൊക്കെ കളിക്കാറുണ്ട് അവിടെ നിന്നുകൊണ്ട് ചെറിയ ഇങ്ങനെ തട്ടി. പിന്നെ ഈ പുറത്തുള്ള ഭക്ഷണങ്ങൾ, ഈ കൊച്ചു സ്നാക്കുകൾ, ടീ സ്റ്റാളിൽ നിന്ന് ചൂടുള്ള ചായകൾ, ഇതൊക്കെ ആ ഒരു പാർക്കിലിരിക്കുമ്പോൾ ഒരു മൂഡ് നമുക്ക് ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്യാനായിട്ട് സഹായിക്കാറുണ്ട്. ഈ പാർക്കിൽ വന്നിട്ട് എന്താ ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ദിവസം നടന്ന ജോലിയുമായിട്ട് ബന്ധപ്പെട്ട തമാശകൾ അല്ലെങ്കിൽ ചെറിയ ഓർമ്മകൾ, ജോലിയായിട്ട് ഇന്നത്തെ ദിവസം എൻ്റെ സൈറ്റിൽ ഇങ്ങനെയായിരുന്നു കേട്ടോ, അവിടെ ഇങ്ങനൊരു സംഭവം നടന്നു കേട്ടോ, ഇത്തരത്തിലുള്ള വിവരണങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒരു നമ്മുടെ മനസ്സിന് ഭയങ്കര സന്തോഷം നൽകുന്ന ചില സായാഹ്നങ്ങളാണ്. റൂമിൽ എപ്പോഴും ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ബോറടിക്കും. പക്ഷേ ഇതേപോലെ വൈകുന്നേരങ്ങളിൽ വന്നിട്ട് വളരെ വ്യക്തമായിട്ട് ഇന്നത്തെ ദിവസത്തെ കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയണ്ട കേട്ടോ, അവന്മാർ മൊത്തം പ്രശ്നമായിരുന്നു, പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഞാനതങ്ങ് ഒതുക്കി തീർത്തു എന്നൊക്കെയുള്ള കുറച്ച് എക്സ്ട്രാ തള്ളുകളും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാൻ പറ്റും. ഈ യാംബൂലെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള പല ബിൽഡിങ്ങുകളും ഒക്കെ ഇങ്ങനെ വൈകുന്നേരം കാണാൻ ഇറങ്ങുമ്പോൾ നമുക്കൊരു തോട്ട് വരും. ഈ ഒരു രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ് അത് അറിയണമെങ്കിൽ ആ രാജ്യത്തിൻ്റെ ഹിസ്റ്റോറിക്കൽ സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കണം. അവിടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ രാജ്യം എവിടെ നിന്ന് തുടങ്ങി ഇന്ന് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു എന്നുള്ളത്. ഹിസ്റ്റോറിക്കൽ യാൻബു നിങ്ങളെല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടേക്ക് ഒന്ന് സഞ്ചരിച്ചാൽ വളരെ നന്നായിരിക്കും. ഈ പറഞ്ഞ കണക്ക് പഴയ
ആ ഒരു മണ്ണിൻ്റെ നിറമുള്ള പല കെട്ടിടങ്ങളും ഒക്കെ കാണാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ ലൈറ്റ് കൊണ്ടൊരു ഭയങ്കര അലങ്കാരം തന്നെയാണ് ഇവിടെയൊക്കെ കൊടുത്തിരിക്കുന്നത്. അതും നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ വന്നിരുന്ന് ഇതൊക്കെ എൻജോയ് ചെയ്യുക എന്ന് പറയുന്നതും ഒരു ഭംഗിയല്ലേ. യാത്രകൾ തുടരുകയാണ്. ഈ അറേബ്യൻ നാട്ടിലൂടെയുള്ള റോഡുകളിലൂടെയുള്ള സായാഹ്നങ്ങളെ ഇതേപോലെ ആസ്വദിക്കാൻ എനിക്കിനിയും സാധിക്കട്ടെ. ഇനി മറ്റൊരു വ്ളോഗിൽ നിങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. നന്ദി.